യൂത്ത് കോൺഗ്രസിന്റെ പുതിയ അധ്യക്ഷൻ പറഞ്ഞത് ഇനി ലീഡറുടെ പാരമ്പര്യം പത്മജ വേണുഗോപാൽ അവകാശപ്പെട്ടാൽ വഴിയിൽ തടയുമെന്നാണ്. അത് മൂക്കാതെ പഴുക്കണ സ്വഭാവം, വേറെ കുഴപ്പമൊന്നുമില്ല. ആൾ ഈ ചാനലിൽ ഇരുന്നിട്ട് ഒരു ദിവസം പെട്ടെന്ന് നേതാവായത്. അപ്പോൾ ആൾക്കെന്നെ തോന്നി എന്നെ നേതാവാവണമെങ്കിൽ ഞാനൊരു അടിപിടി ഉണ്ടാക്കിയാലേ പറ്റുള്ളൂ എന്ന്. വേറെ പാർട്ടികളുടെ സഹായത്തോടു കൂടി അദ്ദേഹം ജയിലിൽ പോയി അടിയിടിയും ബഹളമൊക്കെ ഉണ്ടാക്കി. അതോടെ ഒറ്റ ദിവസം കൊണ്ട് നേതാവായി. ഇതൊക്കെ ഞാൻ അന്തം വിട്ട് നോക്കിയിരിക്കാറുണ്ട്. കാരണം ഒരു ഇതിലും പണ്ട് ഞാൻ കണ്ടിട്ടില്ല രാഹുലിനെ. അദ്ദേഹത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ 1-2 നേതാക്കന്മാരുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ആൾ നേതാവായത്. ഞാൻ ഇത്രയും കാലം കഷ്ടപ്പെട്ടിട്ടുണ്ട് നല്ലോണം. എനിക്ക് ഈ 1.5 കൊല്ലം മാത്രമേ ഞാനൊന്ന് പിന്നിലേക്ക് പോയിട്ടുള്ളൂ വയ്യാണ്ട്. അതുവരെ ഞാൻ നല്ലോണം പണിയെടുത്ത ആളാണ്. അതുകൊണ്ട് ഉമ്മാക്കൊന്നും എൻ്റെ അടുത്ത് കാണിക്കണ്ട. എൻ്റെ അച്ഛനെ കാണാൻ ഒളിവിൽ കുട്ടിയായിരിക്കുമ്പം പോയിട്ടുള്ള ആളാണ് ഞാൻ. ആ ആളല്ല എന്നെ പേടിപ്പിക്കണേ. എനിക്കിതൊന്നൊരു പേടിയില്ല. ഒന്നുകൂടി പറഞ്ഞു, പക്ഷെ അത് ജനൻ TV പ്രേക്ഷകരുടെ മുന്നിൽ പറയാൻ കൊള്ളാവുന്ന വിമർശനമല്ല. അതും കേട്ടുകാണുമായിരിക്കും അല്ലേ? അത് അദ്ദേഹത്തിൻ്റെ സംസ്കാരമായിരിക്കും. ആ സംസ്കാരത്തിന് ഇതിന് ഉത്തരം പറയാമെന്നാൽ ഞാൻ അതിനേക്കാളും മോശമായി പോകും. അതുകൊണ്ട് ഞാൻ അതങ്ങ് വിടും. തെരഞ്ഞെടുപ്പിൽ തോൽപ്പിച്ചെങ്കിലും തൃശ്ശൂരിൽ പത്മജ വേണുഗോപാലിനുള്ള സൗഹൃദ വലയം, സ്വാധീനം ചെറുതല്ല. അപ്പോൾ അത് ഇത്തവണ, കഴിഞ്ഞ തവണ അത് സുരേഷ് ഗോപിക്കെതിരെയാണ് ആ ശക്തി നിന്നതെങ്കിൽ ഇപ്പോൾ ഇതും കൂടെ വരുമ്പോൾ സുരേഷ് ഗോപിക്ക് അത് വലിയ കരുത്താവില്ല ഇത്തവണ? തീർച്ചയായും. കാരണം ഞാൻ ഏത് പാർട്ടിയിലാക്കണം അവർക്ക് വേണ്ടി വർക്ക് ചെയ്യും. എൻ്റെ സഹോദരൻ ഇങ്ങനെയൊന്നും പറഞ്ഞില്ലെങ്കിൽ മനസ്സില്ലാ മനസ്സോടെ ഞാൻ പോവുമായിരുന്നു. ഇന്ന് ഞാൻ 101% മനസ്സോടെ പോകണം. കാരണം അദ്ദേഹം ഞാൻ ആരും അല്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സുഖമായല്ലോ. അപ്പോൾ പിന്നെ ഞാൻ എൻ്റെ പാർട്ടി പറയണത് എന്താണെന്ന് വെച്ചാൽ അവിടേക്ക് പോകും.